ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. 3 മീറ്റർ റയോൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിന് ലൈനിങ് കൊടുക്കുന്നില്ല. ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തുണി ഇതുപോലെ രണ്ടായി മടക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ തന്നെ വെച്ച് ഇതിൻ്റെ താവൊന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കിട്ടുന്ന താവിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. സാധാരണ നമുക്ക് 44 ഇഞ്ച് താവാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് 24 ഇഞ്ച് താവുണ്ട്. അപ്പോൾ 48 ഇഞ്ച് താവ് ടോട്ടൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ടോപ്പിന് എത്ര ലെങ്ത്താണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് 4ആയി മടക്കി എടുത്താൽ മതി. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതുപോലെ ഒരുമിച്ച് 4ആയി മടക്കി വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 50 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 52 ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 52 ഇഞ്ച് കിട്ടുന്ന ആ ഒരു ഭാഗം പിടിച്ച് 4ആയി നേരെ സെൻറ്റർ ഭാഗം 52 ഇഞ്ച് വെച്ചിട്ട് മടക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 52 ഇഞ്ച് ലെങ്ത്തിൽ തുണി ഇതുപോലെ 4ആയി മടക്കി കറക്റ്റ് ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത ആ പോയിൻ്റിൽ നിന്ന് ആം ഹോളും കൂടി ഇതുപോലെ മാർക്ക് ചെയ്യാം. നമ്മൾ അളവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ടോട്ടൽ വീതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ വീതിയിൽ സാധാരണ നമ്മൾ 2 ഇഞ്ചാണ് എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 1 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഒരു കട്ടിങ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 3 ഇഞ്ച് ടോട്ടൽ കൂട്ടിയിട്ട് അതിൻ്റെ 4/1 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ആം ഹോളും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം 15 ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ആ ഒരു ഭാഗം കൂടി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പിൻ്റെ ഭാഗം കൂടി ഫുള്ളായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇതുപോലെ ക്രോസ് ചെയ്തിട്ടാണ് ബാക്കി വരുന്ന തുണീൻ്റെ വീതി ഫുള്ളായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ലെങ്ത്തിൻ്റെ അവിടം വരെ ഒന്ന് ക്രോസ് ചെയ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലെങ്ത്ത് ഞാൻ ഇതുപോലെ വെച്ചിട്ടേ ഉള്ളൂ, കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ലെങ്ത്തും അതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് ബാക്ക് പീസ് മാറ്റി വെച്ച് ഫ്രണ്ട് പീസിലേക്ക് മാത്രം കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് മാത്രം എടുത്ത് ഇതുപോലെ വെക്കുക. അപ്പോൾ സെൻറ്ററിൽ മാത്രമായിട്ടാണ് ഫ്രില്ല് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി യു ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 15 ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 2.5 ഇഞ്ച് നമ്മൾ നെക്കൊക്കെ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ യു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ യു ഷേപ്പ് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് സ്ക്വയറായിട്ടോ അതേപോലെ ക്രോസ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. മാർക്ക് ചെയ്ത ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്, രണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു പീസും കൂടി സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ പീസ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് പീസ് കൊടുത്ത് ഫ്രില്ല് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നമ്മൾ വീതി എത്ര നമുക്ക് ഫ്രില്ല് കൊടുക്കാൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ലെങ്ത്ത് നമുക്കിത് ഈ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ചൊന്ന് എക്സ്ട്രാ ഒരു പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്ന ലെങ്ത്ത് 37 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 37 ഇഞ്ച് ഇറക്കമുള്ള ഒരു പീസ് നമുക്ക് ഒരു 1/2 മീറ്റർ വീതിയൊക്കെ മതിയാവുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫ്രില്ല് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ടാണ് ഫ്രില്ല് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് കൂടുതലൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗം മുതൽ മാത്രമാണ് നമുക്ക് ഫ്രില്ല് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി 20 ഇഞ്ച് വീതിയിൽ 37 ഇഞ്ച് ഇറക്കത്തിൽ വരുന്ന ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി സെൻറ്ററിൽ ജോയിൻ്റ് ചെയ്യാനുള്ള പീസ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു യു ഷേപ്പിൽ നമ്മൾ ഫ്രണ്ട് പീസിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസില്ലേ, അപ്പോൾ അതുപോലൊരു എക്സ്ട്രാ ഒരു പീസും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എക്സ്ട്രാ എടുക്കണമെന്നില്ല, ലൈനിങ് തന്നെ മതിയാകും. ഞാനിവിടെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലൊരു എക്സ്ട്രാ പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പീസും കൂടി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിന് കട്ട് ചെയ്തെടുത്തതിൽ ബാലൻസ് വരുന്ന തുണിയിൽ നിന്ന് ഇതുപോലെ സ്ലീവും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുത്ത പീസിൽ നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതുപോലെ നമുക്ക് ലൈൻ ക്രോസ് ചെയ്തെടുത്ത് അതിനനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആങ്കർ ത്രെഡ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3D ഗ്ലിറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ ആ ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിൻ്റെ എക്സ്ട്രാ ഒരു പീസും കൂടി എടുത്തില്ല, അപ്പോൾ അത് രണ്ടും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് പീസും നമ്മൾ ഒരുപോലെ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡിൽ കൂടി ഫുൾ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുൾ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിവശത്ത് നമ്മൾ ഫ്രില്ല് കൊടുക്കാൻ വേണ്ടി ഫ്രണ്ട് പീസ് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തില്ല, ആ ഒരു സെൻറ്ററിലായിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത പീസ് 2 സൈഡിലും ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ 2 സൈഡും ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും നമ്മൾ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ സെൻറ്ററിൽ കൊടുത്ത ആ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ ഈ യു ഷേപ്പിൽ കട്ട് ചെയ്ത പീസും ഫ്രണ്ട് പീസും തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ പീസ് ജോയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു യു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസിലും കൂടി സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് ഫ്രില്ല് 2 സൈഡിലും വരാൻ വേണ്ടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 പീസിൻ്റെയും നല്ല വശം ഉള്ളിലായി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു യു ഷേപ്പിൻ്റെ റൗണ്ട് ഷേപ്പ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത ഭാഗം 2 തുണിൻ്റെയും ഒരുമിച്ച് നോക്കിയിട്ട് എക്സ്ട്രാ എത്ര പീസ് നമുക്ക് തുണിയുണ്ടോ അതിനനുസരിച്ച് ചെറുതായിട്ട് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എത്ര തുണി എക്സ്ട്രാ ഇത്രയും എക്സ്ട്രാ തുണി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഫസ്റ്റിൽ ഫ്രില്ല് മൊത്തത്തിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രില്ല് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ പകുതി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി വരുന്ന പകുതിയും കൂടി നമുക്ക് എക്സ്ട്രാ ആ ഒരു തുണി നോക്കിയിട്ട് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു തുണി ജോയിൻ്റ് ചെയ്യുന്ന ആ ഒരു 2 പീസും തമ്മിൽ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗം എക്സ്ട്രാ എത്ര ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള തുണി കിട്ടുന്നുണ്ടെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് വെച്ച് ബാക്കി വരുന്ന ഭാഗം കൂടി അതേ രീതിയിൽ ഫ്രില്ലിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രില്ല് കൊടുത്ത് നമ്മൾ യു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത പീസ് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി എക്സ്ട്രാ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത പീസ് ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുത്തിനൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ച് കഴുത്ത് 3.5 ഇഞ്ച് വീതിയും അതേപോലെ തന്നെ 6 ഇഞ്ച് ലെങ്ത്തിലും യു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പീസിലുള്ള കഴുത്ത് ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് പീസിലും കൂടി കഴുത്തിന് ഭാഗം കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ 3.5 ഇഞ്ച് വീതിയും അതേപോലെ തന്നെ 3 ഇഞ്ച് ലെങ്ത്തിലാണ് ബാക്ക് പീസിലെ കഴുത്തിന് വേണ്ടി കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കും ഫ്രണ്ടും കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ഷോൾഡറും ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവും കൂടി ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്.
ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ അളവിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിയും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് 3D ഗ്ലിറ്റർ ഉപയോഗിച്ച് കൊടുത്തുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും വർക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചെയ്തെടുക്കണം. ഞാനിവിടെ ഈ ഒരു ഫാബ്രിക് അക്രിലിക് കളറിൻ്റെ 3D ഗ്ലിറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ കുറേ കളറ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഗ്രീൻ കളർ മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ അറ്റത്ത് ഒരു ബോർഡർ കൊടുത്ത ഭാഗത്തായിട്ടും കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത് ഫാബ്രിക് ഗ്ലൂ പോലെ നമുക്ക് ഉണങ്ങാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ട്.